സ്വർണം ഒരു അമൂല്യ വസ്തുവായി കണക്കാക്കാൻ തുടങ്ങിയത് ചരിത്രാതീത കാലം മുതലാണ്. സ്വർണത്തിന്റെ തിളക്കവും ഈട് നിൽക്കുന്ന സ്വഭാവവും പണ്ട് മുതലേ മനുഷ്യരെ ആകർഷിച്ചിരുന്നു. പ്രാചീന കാലഘട്ടമായ BC 3000 ഈജിപ്ത് സ്വർണം ആഭരണങ്ങൾ ഉണ്ടാക്കാനും മതപരമായ ചടങ്ങുകൾക്കും ഉപയോഗിച്ചിരുന്നു. മെസോപ്പൊട്ടോമിയയിലും സിന്ധു നദീതട സംസ്കാരത്തിലും സ്വർണം ആഭരണങ്ങൾക്കും മറ്റ് അലങ്കാര വസ്തുക്കൾക്കുമാണ് ഉപയോഗിച്ചിരുന്നത്. പുരാതന ഗ്രീസിലും റോമിലും സ്വർണം നാണയങ്ങൾ ഉണ്ടാക്കാനും ആഭരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ സ്വർണം ദേവാലയങ്ങൾ അലങ്കരിക്കാനും മതപരമായ വസ്തുക്കൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുകയും തങ്ങളുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ സ്വർണം ആഭരണങ്ങൾ ഉണ്ടാക്കാനും നാണയങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. സ്വർണം പ്രധാനമായും പ്രകൃതിദത്തമായ ഒരു ലോഹമാണ്. ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂമിക്കടിയിലുള്ള പാറകളിലും സ്വർണം കാണപ്പെടുന്നു. ഇത് ഖനനം ചെയ്താണ് വേർതിരിച്ചെടുക്കുന്നത്. സ്വർണത്തിന്റെ ശുദ്ധത ക്യാരറ്റ് എന്ന അളവിലാണ്. 24 ക്യാരറ്റാണ് ശുദ്ധമായ സ്വർണം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കും. പ്ലാറ്റിനം, മെർക്കുറി തുടങ്ങിയ മൂലകങ്ങളെ ന്യൂക്ലിയർ റിയാക്ഷൻ വഴി സ്വർണമാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ ഈ പ്രക്രിയ വളരെ ചിലവേറിയതാണ്. ഇത് വലിയ അളവിൽ നിർമ്മിക്കാനും സാധിക്കില്ല. പല മാർഗങ്ങളിലൂടെയും കൃത്രിമ സ്വർണം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും പ്രകൃതിദത്തമായ സ്വർണത്തിന്റെ അതേ ഗുണങ്ങളും മൂല്യവും കൃത്രിമ സ്വർണത്തിന് ഉണ്ടാകില്ല. സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ പണ്ടുകാലത്ത് സ്വർണം ഖനനം ചെയ്തിരുന്ന രീതിയാണ് പ്ലേസർ ഖനനം. നദികളിലെയും അരുവികളിലെയും മണലിലും ചരലിലും കാണപ്പെടുന്ന സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്ന രീതിയാണിത്. സ്വർണം അടങ്ങിയ മണലും ചരലും തട്ടുകളിൽ ശേഖരിച്ച് വെള്ളത്തിൽ കഴുകി സ്വർണം വേർതിരിച്ചെടുക്കുന്നു. ഭൂമിക്കടിയിലുള്ള പാറക്കെട്ടുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഖനിഖനനം. കൈക്കോട്ട്, ഉളി തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാറകൾ പൊട്ടിച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തിരുന്നത്. വേർതിരിച്ചെടുക്കുന്ന സ്വർണം ഉയർന്ന താപനിലയിൽ ചൂടാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ഉരുകിയ സ്വർണം ശുദ്ധമായ രൂപത്തിലേക്ക് മാറുന്നു. സ്വർണം വേർതിരിച്ചെടുക്കാൻ മെർക്കുറിയും ഉപയോഗിച്ചിരുന്നു. സ്വർണം അടങ്ങിയ വസ്തുക്കൾ മെർക്കുറിയുമായി കലർത്തി സ്വർണം വേർതിരിച്ചെടുക്കുന്നു. ഈ രീതി ആരോഗ്യത്തിന് ഹാനികരമാണ്, മാത്രമല്ല അപകടം നിറഞ്ഞതുമാണ്. സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ ഭൂമിക്കടിയിലും പാറക്കെട്ടിലെയും സ്വർണത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പ്രകൃതിയിലെ ചില സൂചനകളെക്കുറിച്ച് പഠിച്ചു. സ്വർണം അടങ്ങിയ പാറക്കെട്ടുകളുടെയും മണ്ണിന്റെയും നിറത്തിലും ഘടനയിലുമുള്ള വ്യത്യാസങ്ങൾ അവർ നിരീക്ഷിച്ചിരുന്നു. സ്വർണം അടങ്ങിയ അരുവികളിലും നദികളിലും സ്വർണത്തിന്റെ തരികൾ കാണാമായിരുന്നു. ഇത് സ്വർണത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു. അതുപോലെ സ്വർണം അടങ്ങിയ മണ്ണിൽ വളരുന്ന ചില സസ്യങ്ങളെക്കുറിച്ചും അവർ മനസ്സിലാക്കി. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഇക്വിസെറ്റം എന്ന ചെടി സ്വർണം അടങ്ങിയ മണ്ണിൽ വളരാൻ സാധ്യതയുണ്ട്. ഈ ചെടിയുടെ വേരുകൾ സ്വർണം അടങ്ങിയ മണ്ണിൽ നിന്നും ധാതുക്കൾ വലിച്ചെടുക്കുന്നു. ബ്രസീലിൽ കണ്ടുവരുന്ന തയോല വയോലസ്യ എന്ന ചെടി നിക്കൽ, സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ അടങ്ങിയ മണ്ണിൽ വളരുന്നു. ഈ ചെടിയും ധാതുക്കൾ വലിച്ചെടുക്കുകയും ഇലകളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ കാണുന്ന ആസ്ട്രാഗാലസ് എന്ന ചെടി സ്വർണം, സെലീനിയം തുടങ്ങിയ ലോഹങ്ങൾ അടങ്ങിയ മണ്ണിൽ വളരുന്നു. ഈ ചെടിയും ധാതുക്കൾ വലിച്ചെടുക്കുകയും ഇലകളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. ഹൈപ്പർ അക്യുമുലേറ്റർ ചെടിയും സ്വർണം അടങ്ങിയ മണ്ണിൽ വളരാൻ സാധ്യതയുള്ളതാണ്. മേൽപ്പറഞ്ഞ ചെടികളെല്ലാം സ്വർണം അടങ്ങിയ മണ്ണിലാണ് വളരുന്നത് എന്ന് പഴയകാല മനുഷ്യരുടെ നിഗമനങ്ങളാണ്.